നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഓരോ ദിവസവും ഓരോ പുതിയ വഴിത്തിരിവുകൾ. അതിജീവിതയുടെ സഹോദരനാണ് ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നടിയാക്രമണ കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിജീവിതയുടെ സഹോദരൻ. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. താരപദവിയിലുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണ പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നും സഹോദരൻ ചോദിക്കുന്നു. സത്യം എന്നും തനിച്ചു തന്നെ നിൽക്കും. നുണയ്ക്ക് എന്നും തുണ വേണം. ഇപ്പോൾ സംഭവിക്കുന്നത് സൈബർ ആക്രമണത്തിനുള്ള മറുപടിയാണ്. കേസ് ഒത്തുതീർത്തതായി കൂടെയുള്ളവർ പോലും പറഞ്ഞു പരത്തി. എല്ലാറ്റിനുമുള്ള മറുപടിയാണ് കാലം വെളിപ്പെടുത്തിയത്. കേസിൽ ഇതുവരെ ഉണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. നീതിപീഠം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല. ഇതിൽ ദേഷ്യത്തെക്കാൾ ഉപരി വേദനയാണ് തോന്നുന്നതെന്നും അതിജീവിതയ്ക്ക് പിന്നാലെ സഹോദരനും പറഞ്ഞു വയ്ക്കുകയാണ്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ ദിലീപ് നൽകിയ അപ്പീൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. മെമ്മറി കാർഡ് പരിശോധനയുടെ മൊഴിപ്പകർപ്പ് കൈമാറണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലാണ് തള്ളിയത്. ദിലീപിന്റെ ആവശ്യത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ദിലീപിന്റെ വാദങ്ങൾ സാധൂകരിക്കാൻ കഴിയില്ല. മൊഴിപ്പകർപ്പ് കൈമാറാനുള്ള ഉത്തരവ് നിയമപരമായി നിലനിൽക്കും. സിംഗിൾ ബെഞ്ച് നൽകിയത് അനുബന്ധ ഉത്തരവാണ്. ഇതിൽ ഇടപെടേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട്. നിഷ്പക്ഷ അന്വേഷണം ഉറപ്പുവരുത്തണമെന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. സാക്ഷിമൊഴികൾ അറിയാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ ഫോൺ നഷ്ടമായെന്ന താജുദ്ദീന്റെ മൊഴി സംശയാസ്പദമാണെന്ന് അതിജീവിത പറഞ്ഞു. ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലാണ് വൈരുദ്ധ്യമുള്ളത്. വിചാരണ കോടതി ശിരസ്താദാറായിരുന്നു താജുദ്ദീൻ. 2021 ജൂലൈ 19 പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത്. വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീൻ്റേതാണ് ഈ വിവോ ഫോണെന്ന് കണ്ടെത്തിയതാകട്ടെ ജഡ്ജി ഹണി എം വർഗീസ്. വിചാരണ കോടതിയിൽ ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയാണ് മെമ്മറി കാർഡ് ഫോണിൽ ഉപയോഗിച്ചത്. ഈ മൊബൈൽ ഫോൺ 2022 ഫെബ്രുവരിയിൽ തൃശൂർ എറണാകുളം ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടമായെന്നാണ് താജുദ്ദീൻ്റെ മൊഴി. ഈ മൊഴികളിൽ ദുരൂഹതയുണ്ടെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കണ്ടെത്തിയത് 2022 ജൂലൈ 11-നാണ്. ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതാകട്ടെ ആഗസ്റ്റിലും. വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന വാർത്തയറിഞ്ഞ് താൻ ഫോൺ പരിശോധിച്ചെന്നാണ് താജുദ്ദീൻ്റെ മൊഴി. 2022 ഫെബ്രുവരിയിൽ നഷ്ടമായ വിവോ ഫോൺ ആഗസ്റ്റിൽ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഫോൺ നഷ്ടമായിട്ടും പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയാസ്പദമാണെന്നും ആക്ഷേപമുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്.